ഹായ് മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് നമ്മുടെ ലൈഫിലെ നെഗറ്റീവും പോസിറ്റീവിനെ കുറിച്ചാണ് അല്ലേ. നമ്മുടെ ലൈഫിലെ നെഗറ്റീവും പോസിറ്റീവും ഒരുപോലെ ജീവിതാനുഭവങ്ങൾ കൂടി കടന്നു പോകുന്നു നമ്മുടെ ലൈഫിൽ അല്ലേ. നമുക്കൊരു നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ദുഃഖിക്കും അല്ലയോ. തീർച്ചയായിട്ടും നമുക്കൊരു ദുഃഖം ഉണ്ടാവും. ഓ, അങ്ങനെ സംഭവിച്ചു, എന്ത് ദുഃഖകരം. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ആലോചിക്കാറുണ്ടല്ലേ. പക്ഷെ നമുക്കൊരു പോസിറ്റീവ് വരുമ്പോഴോ അത് വളരെ സന്തോഷത്തിന് ഇടയാക്കുന്നുമുണ്ടല്ലേ. നമ്മുടെ ലൈഫിലെ നെഗറ്റീവിനെയും പോസിറ്റീവിനെയും നമ്മൾ ഒരുപോലെ തന്നെ സ്വീകരിക്കുക. അതുപോലെ എല്ലാത്തിൻ്റെയും ഓപ്പോസിറ്റ് ഉള്ളതുപോലെ തന്നെ നെഗറ്റീവും പോസിറ്റീവും ദിവസവും നമ്മുടെ ലൈഫിൽ കൂടി കടന്നു പോകും അല്ലേ. ഒരു ദിവസം 10 കാര്യങ്ങളുണ്ടെന്ന് വയ്ക്കുക. അതിലെന്തായാലും 5 കാര്യങ്ങൾ നല്ലതും 5 കാര്യങ്ങൾ അഴുക്കിയും തന്നെയായിരിക്കും. പക്ഷേ നെഗറ്റീവ് വന്നെന്നും പറഞ്ഞ് നമ്മൾ അത് ഓർത്തിരുന്ന് ദുഃഖിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലയോ. അതിൻ്റെ കൂടെ പറയുക, ഓ ലീവ് മീ അലോൺ, ഗെറ്റ് ലോസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കാൻ പഠിക്കുക. കാര്യം അത് നമ്മളെ സ്വാധീനിക്കാതിരിക്കുക. ഇതെല്ലാം നമ്മൾ തരണം ചെയ്തേ നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ. എല്ലാവരുടെ ലൈഫിലും ഇതൊക്കെ തന്നെയുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ടിരുന്ന് വിഷമിക്കുവാതിരിക്കുക. കാര്യം എന്തെന്ന് വച്ചാൽ ആ വ്യക്തിയുടെ മാനസിക അവസ്ഥ അപ്പോൾ അതായിരിക്കും. അതാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മുടെ മാനസികാവസ്ഥയോ ചിലപ്പോൾ നമ്മൾ നല്ല പോസിറ്റീവായിട്ടിരിക്കുമ്പോഴായിരിക്കും ഒരു നെഗറ്റീവ് നമ്മൾ കേൾക്കേണ്ടി വരിക. ജസ്റ്റ് ലീവ് ഇറ്റ് അലോൺ അല്ലേ. നെവർ മൈൻഡ്, എന്തോ ആയിക്കോട്ടെ, ആ ഒരു ആറ്റിറ്റ്യൂഡിൽ സ്വീകരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു നല്ല ദിവസം റൂയിൻ ചെയ്യുകയും ചെയ്യരുത് കേട്ടോ. കറുപ്പും വെളുപ്പും ഉള്ളതുപോലെ, വലുതും ചെറുതും ഉള്ളതുപോലെ, നല്ലതും അഴുക്കയും ഉള്ളതുപോലെ നമ്മളത് സ്വീകരിക്കുക കേട്ടോ. എല്ലാത്തിൻ്റെയും ഓപ്പോസിറ്റ് ഫീലിംഗ് നമ്മൾ അനുഭവിച്ച് ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാനൊക്കെ എല്ലാത്തിനെയും നമ്മൾ പോസിറ്റീവോട് മൈൻഡ് സെറ്റോടുകൂടി സ്വീകരിച്ചു കൊണ്ട് ഇത് രണ്ടിനെയും നമ്മൾ ബാലൻസ് ചെയ്യുക. നമുക്കെന്നും ബാലൻസ് ചെയ്യാം അല്ലേ. നെഗറ്റീവിനെയും പോസിറ്റീവിനെയും ബാലൻസ് നമ്മുടെ ജീവിതം സുന്ദരമാക്കാൻ, അതുപോലെ തന്നെ ജോയ്ഫുള്ളുമാക്കാം ആൻഡ് ഹാപ്പിയുമാക്കാം അല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ വ്ലോഗ്. Till then, bye for now my friends and take care. Bye.